അപ്പോൾ ഈ ഒരു പുതുവർഷത്തിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എപ്പോഴാണെങ്കിലും നമുക്കൊന്ന് സന്തോഷം തോന്നുമ്പോൾ നമ്മളപ്പോൾ സന്തോഷിക്കണമല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാൻ ചുമ്മാ പിള്ളേരായിട്ട് വീട്ടിലിരുന്ന സമയത്ത് ചേച്ചിയുടെ ഒരു കോൾ വന്നു, എടി നമുക്ക് പുതുവൈപ്പ് ബീച്ചിലൊന്ന് പോയാലോ എന്ന്. എന്നാൽ ശരി, അങ്ങോട്ട് ഇറങ്ങാമെന്ന് ഓർത്ത് ഞങ്ങൾ വേഗം തന്നെ ഞാൻ അപ്പം തന്നെ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തു റെഡിയായി. അപ്പോൾ ചേച്ചി വിളിക്കേണ്ട സമയം ഏകദേശം ഒരു 2:30-3 മണി സമയമാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ നിങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയം. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ റെഡിയായി ചെറുപടേന്ന് ഒരു 4 മണി 4:30 ബീച്ചിലെത്തിയിട്ടോ. എൻ്റെ അമ്മയെ ബീച്ചിലെത്തി കഴിഞ്ഞപ്പോഴേക്കാണ് അടിപൊളി വൈബ്, ഒന്നും പറയാനില്ല. പക്ഷെ നല്ല വെയിലായിരുന്നു, അറിയാമല്ലോ. ഏകദേശം ഒരു 3:30 അല്ല, ഞങ്ങൾ 4 മണി 4:30 ആയ സമയമെങ്കിലും ആ സമയത്തൊക്കെ നല്ല അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. എന്നാലും ബീച്ച് കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ആക്രാന്തം ഈ ഒരു ആക്രാന്തം കൊണ്ട് പിള്ളേർക്ക് വെളിവില്ല എന്ത് ചെയ്യണമെന്ന്. എനിക്കാണെങ്കിൽ പണ്ടേ തൊട്ട് ബീച്ച് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര പേടിയാണ്. ഞാൻ അങ്ങനെ ഇറങ്ങാറില്ല കേട്ടോ. പണ്ടെങ്ങാനും ഞാൻ കന്യാകുമാരി പോയിട്ട് ബീച്ചിൽ കളിച്ചിട്ട് കറുത്ത് പോയതാണ് എൻ്റെ അമ്മ പറയാറുള്ളത്. അപ്പോൾ അതിനുശേഷം ഞാൻ ബീച്ചിൽ പൊതുവെ ഇറങ്ങാറില്ല. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ബീച്ചിൽ തിര കാണുമ്പോൾ പേടി. പിന്നെ രണ്ടാമത്തെ കാര്യം, കറുത്ത് പോകും എന്നുള്ളൊരു മാനസികത ഉള്ളതുകൊണ്ടിട്ട് ആണ് പ്രധാനമായിട്ട് ഇറങ്ങാത്തത്. പക്ഷേ ബീച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബീച്ചാണ്. ഇങ്ങനെ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു കഴിഞ്ഞ ആഴ്ച അവിടെ കാർണിവൽ നടക്കുന്നതോടനുബന്ധിച്ച് അത്യാവശ്യം വേസ്റ്റ് ഉണ്ടായിരുന്നു. വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാക്കറ്റും വേസ്റ്റിൻ്റെ അങ്ങനെയുള്ള കുറേ പാക്കറ്റ് സാധനങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമേ ഒരു പോരായ്മ തോന്നിയത്. പക്ഷേ ബാക്കിയെല്ലാം ബീച്ച് നല്ല പക്കാ ക്ലീനാണ്. ഒരു പായലോ ഒന്നുമില്ല, നല്ല വൃത്തിയുള്ള ബീച്ച്. ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെ നീണ്ടു കിടക്കാനായിട്ട്. അപ്പം ഞങ്ങൾ കുറേ നേരം പിള്ളേർ ഇതിനെ ഇറക്കി. സത്യം പറഞ്ഞാൽ ഒരു തയ്യാറെടുപ്പ് ഇല്ലാഞ്ഞു പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് പോലും എടുത്തില്ല ഞങ്ങൾ. എക്സ്ട്രാ ഡ്രസ്സ് ഒന്നും കരുതിയില്ല. ഉള്ള ഡ്രസ്സിൽ തന്നെ അതുങ്ങളെ അങ്ങോട്ട് ഇറക്കി. പിന്നെ ബീച്ചല്ലേ, ഉണങ്ങിക്കോളും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങോട്ട് വിട്ടു. കുറച്ച് നേരം നടപ്പിന് ശേഷം ഞങ്ങൾ അവിടെ ഒന്ന് ഇരിപ്പായിട്ടോ. കാരണം അത്യാവശ്യം നന്നായിട്ട് കാലി കഴിച്ചു. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ സെക്ഷനിൽ നിന്ന് ഇപ്പോഴത്തെ സെക്ഷനിലേക്ക് വന്നു. ഇവിടെ അടിപൊളിയാണ് കേട്ടോ. അതായത് ബാക്കിൽ കംപ്ലീറ്റ് പൈൻമരം, നമുക്ക് ഇരിക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ബീച്ചിൽ നിന്ന് കുറേ ബാക്കിലേക്കാണ് ഈ ഒരു സെറ്റപ്പ്. അതുകൊണ്ടിട്ട് നമുക്ക് പിള്ളേർ അവിടെ ഓടി കളിച്ചാലും കുഴപ്പമില്ല. കാരണം ബീച്ചിൽ നിന്ന് കുറേ ദൂരം ആയതുകൊണ്ട് നമുക്ക് അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കാഴ്ചയൊക്കെ കാണുകയും ചെയ്യാം, പിള്ളേർ അവിടെ കിടന്ന് കളിക്കുകയും ചെയ്യാം. അപ്പോൾ അടിപൊളിയാണ്. എൻ്റെ ദൈവം, എനിക്ക് അടിപൊളി എന്ന് പറയാൻ മാത്രമേ സമയമുള്ളൂ. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു. ഏകദേശം ഈ ഒരു 6 മണി സമയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. സൂര്യൻ അസ്തമിക്കാറായി. സൂര്യാസ്തമയമൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് എൻ്റെ കളർ ശരിക്കും എന്ത് സൂപ്പറാണെന്ന് അറിയാമോ. അതൊക്കെ നമ്മൾ ശരിക്കും വന്ന് തന്നെ കാണാം. എന്താണെങ്കിലും ഇന്നത്തെ നമ്മുടെ പുതുവൈപ്പ് യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. പ്രതീക്ഷിക്കാതെ വന്നൊരു യാത്രയായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇന്ന് അതുപോലെ ഞങ്ങൾക്ക് നല്ലൊരു സായാഹ്നം കിട്ടി. അപ്പോൾ അതിന് ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ എടുത്തോണ്ടിരുന്നപ്പോൾ ഇവിടെ കാര്യമായിട്ടുള്ള ഒരു വെഡിങ് ഫോട്ടോഷൂട്ട് നടക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് പോയി, നമ്മൾ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ജസ്റ്റ് മാറ്റി. അങ്ങനെ നമ്മുടെ പിള്ളേർ, നമ്മുടെ എന്താ പറയുക, വലിയമ്മച്ചി സെറ്റൊക്കെ വീണ്ടും പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാൽ നനയ്ക്കാൻ വേണ്ടി മാത്രം. അതായത് ഫൈനലിൽ ഒരു യാത്ര പറച്ചിൽ നമ്മുടെ കടലിനോട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എറണാകുളത്തുള്ള ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ലാതെ വരാതെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടിട്ടെങ്കിലും ആരെങ്കിലും വരിക, കാണുക, അടിച്ചു പൊളിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു 2025 ഞാൻ ആശംസിക്കുന്നു. എല്ലാവരുടെയും ഡ്രീംസ്, സ്വപ്ന, പ്രതീക്ഷകളെല്ലാം ഈ വർഷം നടക്കട്ടെ എന്ന് ഞാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ടേക്ക് കെയർ, ബൈ, ശുഭദിനം.